മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ. നെയ്യാറ്റിൻകര കവാളക്കുളം സ്വദേശി ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ ഇഹാനാണ് മരിച്ചത്. പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഷിജിലും കൃഷ്ണപ്രിയയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീധനത്തെ ചൊല്ലി മർദ്ദനം പതിവായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു. പോലീസ് എത്തി മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയയാണ് കുഞ്ഞിന് നൽകിയത്. അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞ് കുഴഞ്ഞു വീണു. വായിൽ നിന്നും നുരയും പതയും വന്നു. ചുണ്ടിനും വായിനും നിറവ്യത്യാസവും ഉണ്ടാവുകയും ചെയ്തു. ഇതോടെ രക്ഷിതാക്കൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര കവാളക്കുളം സ്വദേശി ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ ഇഹാനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞ് മരിച്ചത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഷിജിലും കൃഷ്ണപ്രിയയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു. സ്ത്രീധനത്തെ ചൊല്ലി മർദ്ദനം പതിവായിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പോലീസ് എത്തി മാതാപിതാക്കളുടെ മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയയാണ് കുഞ്ഞിന് നൽകിയത്. അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നു. വായിൽ നിന്നും നുരയും പതയും വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസവും ഉണ്ടാവുകയും ചെയ്തു. ഇതോടെ രക്ഷിതാക്കൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിക്കുകയായിരുന്നു.